മുൻപ് പറഞ്ഞു വന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു സർക്കാർ വകുപ്പ് ഭരിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു വാഗ്ദാനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളെ അവരെ നിലത്ത് കിടത്തില്ല എന്നുള്ളത്. എന്നാൽ ആ വാക്ക് വെറും പാഴ്വാക്കായി എന്നുള്ളതാണ്. പനി ഉൾപ്പെടെയുള്ള അസുഖങ്ങളുമായി എത്തുന്നവരുടെ എണ്ണം കൂടിയതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലത്ത് കിടക്കേണ്ടി വരുന്ന രോഗികളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ ആവശ്യമരുന്നുകളുടെ ക്ഷാമവും വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വിവരങ്ങളുമായി രമ്യ ചേരുന്നുണ്ട്. രമ്യ, നമ്മൾ പറഞ്ഞു വന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞ വാക്കുകളാണ്. കാരണം ഒരു രോഗിയും നിലത്ത് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോഴതെല്ലാം പാഴ്വാക്കായിരിക്കുന്നു. വിശദാംശങ്ങൾ. തീർച്ചയായും പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം UDF സർക്കാർ അധികാരത്തിലേറിയ ശേഷം ആരോഗ്യമന്ത്രി ആദ്യമായി നടത്തിയ ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു വാഗ്ദാനം തന്നെയായിരുന്നു. ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളെ, മെഡിക്കൽ കോളേജുകൾ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളെല്ലാം ആശ്രയിക്കുന്ന രോഗികൾ നിലത്ത് കിടക്കേണ്ട ആവശ്യം വരില്ല. അതായത് രോഗികളെ തറയിൽ കിടത്തില്ല, കിടക്ക രോഗിയുടെ അവകാശം എന്നായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇത്തരത്തിലൊരു വാദമെല്ലാം ഉയർത്തി. പക്ഷേ ഈ കോഴിക്കോട് ആശുപത്രി എടുത്ത് നോക്കുമ്പോൾ ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ പാഴ്വാക്കായി എന്നുള്ള തെളിയിക്കുന്നതാണ് നമുക്ക് മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് പോയാൽ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ. കാരണം നിലവിൽ ഇപ്പോഴും രോഗികൾ നിലത്ത് തന്നെ കിടക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ പനി, അത്തരത്തിലുള്ള പകർച്ചവ്യാധികളെല്ലാം തന്നെ പിടിപെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പകരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുരാലയ കേന്ദ്രമാണ്. 6 ജില്ലകളിലെ രോഗികളാണ് ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ആശുപത്രിയെ ഇത്തരത്തിൽ ആശ്രയിക്കുന്നത്. അത് പല വിധത്തിൽപ്പെട്ട രോഗങ്ങളുമായി ബന്ധപ്പെട്ടവർ വരുന്നുണ്ട്. ഇത്തരത്തിൽ പകർച്ചവ്യാധികളുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഗുരുതരമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നിരവധി രോഗികൾ നിത്യേന സന്ദർശിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അവസ്ഥ ഇന്നും വളരെ ദയനീയമാണ്. ഇവിടെ എത്തുന്ന രോഗികളുടെ അവസ്ഥ വളരെ പരിതാപകരമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ പനിയുമായും എത്തുന്ന രോഗികൾ ഉൾപ്പെടെയാണ് നിലത്ത് കിടക്കേണ്ട അവസ്ഥ വരുന്നത്. ഗുരുതരമായി വരുന്നവർക്ക് കിടക്ക നൽകുമ്പോൾ ആ കിടക്കയിലുള്ള പനിയോ മറ്റുള്ള രോഗവുമായി പിടിപെട്ട രോഗികളെ നിലത്തേക്ക് ഇറക്കി കിടക്കുന്നു. ഇവർക്ക് ഡ്രിപ്പ് പോലും നൽകുമ്പോൾ അതിനുള്ള സ്റ്റാൻഡോ അല്ലെങ്കിൽ ആവശ്യമായ അതിനുള്ള ഉപകരണങ്ങളോ ഇല്ലാതെ ഈ രോഗികൾ തന്നെയാണ് ഈ കയ്യിൽ ഈ ഡ്രിപ്പിന്റെ ബോട്ടിൽ ഉൾപ്പെടെ കയ്യിൽ പിടിച്ചിരിക്കേണ്ട അവസ്ഥയെല്ലാം ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഇടത് വലതു പക്ഷങ്ങൾ മാറി മാറി ഭരിച്ചിട്ടും ഈ ആതുരാലയ കേന്ദ്രങ്ങൾ, സർക്കാർ ആതുരാലയ കേന്ദ്രങ്ങൾ ഇന്നും രോഗികൾക്ക് ഒട്ടും ആശ്രയിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, UDF സർക്കാർ അധികാരത്തിലേർപ്പോൾ ആദ്യം ആരോഗ്യമന്ത്രി നൽകിയ വാക്കായിരുന്നു ഇത്തരത്തിലുള്ള. പക്ഷേ ഈ വാക്ക് പാഴ്വാക്കാണെന്ന് തെളിയിക്കുന്നതാണ് രോഗിയുടെ ഈ അവസ്ഥകൾ. കൂടാതെ തന്നെയാണ് ഈ മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമമുണ്ട്, ആവശ്യമായിട്ടുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട്, കാരുണ്യ ഫാർമസി എല്ലാം അടഞ്ഞു കിടക്കുന്ന അവസ്ഥ. കാരണം അവിടെ മരുന്നുകളില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഗുരുതരമായി അല്ലെങ്കിൽ ഗുരുതരമായിട്ടും മറ്റുള്ള പകർച്ചവ്യാധികളുമായിട്ടും എല്ലാം ആശ്രയിക്കുന്ന രോഗികൾക്ക് ഇന്നും പഴയ അവസ്ഥ തന്നെയാണ് സർക്കാർ ആശുപത്രികൾ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് വളരെ ദയനീയമായി നമുക്ക് പറയേണ്ടി വരുന്ന കാര്യം. രമ്യയാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.